വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിനു മുന്നിലെ ഫോർട്ട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ 1970കളിൽ കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിച്ച് വളർന്നയാളാണ് എച്ച് ഷറഫുദ്ദീൻ. മുടങ്ങിക്കിടന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രവർത്തനം പുനഃസംഘടിപ്പിച്ചപ്പോൾ ഷറഫുദ്ദീൻ കണക്കപ്പിള്ളയായി. എന്നും നിസ്കരിക്കുന്ന, റംസാൻ കാലത്ത് നോമ്പു നോൽക്കുന്ന വിശ്വാസി. 6ാം ക്ലാസ് മുതൽ പഠിക്കാൻ വന്നത് മുതലുള്ള ബന്ധമാണ്. കൂട്ടുകാരൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. അതിങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെയാണ് ഈ ഗ്രൗണ്ടും ഈ അമ്പലവുമായിട്ടൊക്കെ ബന്ധം വരാൻ കാരണം. കരാർ പണി ചെയ്തിരുന്ന ഷറഫുദ്ദീന്റെ കാൽമുട്ടുകൾക്ക് അസുഖം ബാധിച്ചതോടെയാണ് കളി നിർത്തിയത്. പരിശീലകനായും ടീമിന്റെ മാനേജറായും പ്രവർത്തിക്കുന്ന അദ്ദേഹം എല്ലാവർക്കും ആശാനാണ്. അമ്പലത്തിലെ കാര്യങ്ങൾക്ക് ഉൾപ്പെടെ ആശാനെ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് ഷറഫുദ്ദീൻ ആണെന്ന് പറയാൻ ഞങ്ങൾക്കൊന്നും ഒരു മടിയുമില്ല. സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച റെക്കോർഡിനുടമയായ അപ്പുക്കുട്ടൻ നായർക്ക് ഫുട്ബോൾ കഴിഞ്ഞാൽ വേട്ടയ്ക്കൊരു മകനാണ് ദൈവം. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പോകണം. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റുള്ള ജാതി മതം അതൊന്നും ഇതിനകത്തില്ല. 1970കളിലെ ഫൈസ് ഫുട്ബോൾ മത്സരത്തെ വിജയിപ്പിക്കാൻ മുന്നിട്ട് നിന്ന ഷറഫുദ്ദീനൊപ്പം കളിച്ചവരിൽ പലരും ഇപ്പോൾ ഭരണസമിതിയിലുണ്ട്. അർജുനന് പാശുപതാസ്ത്രം നൽകുന്ന കിരാതം കഥയിൽ കാട്ടാളവേഷത്തിലെത്തുന്ന ശിവനും പാർവതിക്കും കാട്ടിൽ പിറന്ന മകൻ വേട്ടയ്ക്കൊരു മകനെന്നാണ് വിശ്വാസം. കയ്യിൽ വാളേന്തി വേട്ടയ്ക്ക് പോകുന്ന രൂപത്തിലുള്ളതാണ് വിഗ്രഹം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. TS ഹരികൃഷ്ണയുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ നാട്ടില് ഈ ജാതിക്കും മതത്തിനും ഒക്കെ പറഞ്ഞ് തമ്മിൽ തല്ലുന്നവരൊക്കെ കണ്ടു പഠിക്കണമല്ലേ ഹരി, ഇത്തരത്തിലുള്ള മാതൃകാപരമായ കാര്യങ്ങളും? അതെ, അതിൻ്റെ പിന്നിലുള്ള കഥ കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു കൊച്ചു മൈതാനമാണ്, ഫോർട്ട് ഹൈസ്കൂളിന് തൊട്ടടുത്ത്. അതുവഴി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, റോഡ് സൈഡ് തന്നെയാണ്. അവിടെ ചെറുപ്പം തൊട്ട്, അതായത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഫുട്ബോൾ കളിച്ച് വളർന്നയാളാണ്. അതിൽ നമ്മൾ ആ വിഷ്വൽസിൽ കണ്ടതിൽ പകുതി പേരും ഈ ഷറഫുദ്ദീനൊപ്പം ആ സമയത്ത് അവിടെ കളിച്ച് വളർന്നവരാണ്. അവർ ആ ഫുട്ബോൾ കളിച്ചതിന് ശേഷം ഈ അമ്പലത്തിന് പരിസരത്തുള്ള കുറച്ച് പടിക്കെട്ടുണ്ട്, അവിടെ പോയിരുന്നാണ് വിശ്രമിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം കുറേ കാലത്തിന് ശേഷം ആ അമ്പലത്തിൽ പൂജയും മറ്റുമൊക്കെ മുടങ്ങിക്കിടന്ന സമയത്ത് അതിൻ്റെ കമ്മിറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല, ഉത്സവം നടത്താനും മറ്റുമൊക്കെ. അതിനുശേഷമാണ് ഈ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ആ കൂട്ടായ്മയിലുള്ളവർ തന്നെ ഏകദേശം ഒരു 15 പേർ ചേർന്ന് ആ കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നെ പൂജകളും മറ്റുമൊക്കെ തുടരുകയും ചെയ്തു. ആ 15 അംഗ ഭരണസമിതിയിലെ ആളായിരുന്നു ഈ എച്ച് ഷറഫുദ്ദീൻ. പിന്നെ ഇങ്ങോട്ട് ഇപ്പോൾ 40 വർഷം കൊണ്ട് അദ്ദേഹം അവിടുത്തെ ആൾ തന്നെയാണ്. ഏത് കാര്യത്തിനും അദ്ദേഹം ഇപ്പം കുറച്ച് അസുഖബാധിതനൊക്കെയാണ്, അടുത്തിടെ ഒരു സർജറിയൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. എങ്കിലും അദ്ദേഹത്തിന് ആവതുള്ള സമയത്തൊക്കെ എല്ലാ ദിവസങ്ങളിലും പരമാവധി അദ്ദേഹം അവിടെ വരാൻ ശ്രമിക്കും.